വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 22 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. ദൈവപരിപാലനയിൽ ആശ്രയം. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകണ്ട. എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്കു സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇതോടൊപ്പം അവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴുകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 22 മുതൽ 34 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കരുതലുള്ള ഒരു തമ്പുരാനെ നമ്മൾ കാണും. കരുതലുള്ള തമ്പുരാൻ്റെ കരങ്ങളിൽ കരുതലോടെ വിശ്രമിക്കാൻ ഈശോ വിളിക്കുന്ന വചനഭാഗമാണിത്. തല ചായ്ച്ചൊന്ന് മയങ്ങാൻ, സുരക്ഷിതമായി അവനോട് ചേർന്നിരിക്കാൻ ഈശോ വിളിക്കുന്ന സമയം. ചങ്കിൻ്റെ കിടുകിടുപ്പും ടെൻഷനും ഭയവും ആകുലതയും ഉത്കണ്ഠയുമൊക്കെ നീക്കി അവൻ്റെ സംരക്ഷണത്തിൻ്റെ ആവരണമണിയാൻ ഈശോ നമ്മളെ വിളിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഞാനും നിങ്ങളുമൊക്കെ ഹൃദയം മൂടപ്പെട്ട അവസ്ഥയിൽ ടെൻഷൻ അടിച്ച് പറക്കാൻ പറ്റാതെ എവിടെയും ഇവിടെയും തങ്ങി നിന്നു പോകുമ്പോൾ യാത്ര പകുതി വഴി ബന്ധിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് തമ്പുരാൻ ഇതാ വചനത്തിൽ പറയുകയാ, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ദൈവപ്രസാദമുണ്ട്, നീ അതുകൊണ്ട് അവൻ്റെ കരങ്ങളിൽ വിശ്രമിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, പരിപാലിക്കുന്ന കരങ്ങളിലേക്ക് അചഞ്ചലമായ ദൈവാശ്രയ ബോധത്തിൻ്റെ ഭാവങ്ങൾ സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുക. ദൈവപരിപാലനയിൽ കണ്ണടച്ച് ആശ്രയിക്കുന്ന ഒരവസ്ഥ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. ഹൃദയത്തിൻ്റെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ഒരു സ്വാതന്ത്ര്യം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഫ്രീഡം അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പുറകോട്ട് ചുരുങ്ങി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒത്തിരി ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ, ഇന്ന് കർത്താവ് എന്നോട് പറയുകയാണ്, എന്നെ തന്നെ ഒന്ന് തുറന്നു കൊടുക്കാൻ, അവൻ്റെ കൈകളിലേക്ക് എന്നെ വിട്ടുകൊടുക്കാൻ, ഒന്ന് എറിഞ്ഞു കൊടുക്കാൻ, കണ്ണടച്ച് ഒന്ന് എറിഞ്ഞു കൊടുക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവപരിപാലനയുടെ അവകാശികളാണ് എല്ലാ സൃഷ്ടികളും. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ കാണും, എല്ലാവരെയും സൃഷ്ടിച്ചത് പിതാവാണ്, ദൈവമാണ്. അവിടുന്ന് എല്ലാവരെയും സൃഷ്ടിച്ച എങ്കിൽ തൻ്റെ സൃഷ്ടികളെ പരിപാലിക്കാൻ ഉള്ള ഒരു വലിയ ഉത്തരവാദിത്വം അവൻ്റെ കരങ്ങളിലുണ്ട്. നമുക്ക് എപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ഉണ്ടാകട്ടെ എന്ന വാക്കുകളാൽ അവിടുന്ന് ആകാശവും ഭൂമിയും ജീവജാലങ്ങളെയും കന്നുകാലികളെയും എല്ലാവരെയും അവിടുന്ന് സൃഷ്ടിച്ചു. സ്വന്തം കരം കൊണ്ട് അവിടുന്ന് മനുഷ്യനെയും രൂപപ്പെടുത്തി. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ നാം കാണും, ദൈവം വീണ്ടും അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും
കന്നുകാലികളെയും ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. വീണ്ടും ഉൽപ്പത്തി 2:7 നമ്മൾ കാണും, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഈ 2 വചനഭാഗത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ജീവജാലങ്ങളും സസ്യങ്ങളും വൃക്ഷങ്ങളും മനുഷ്യരും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന്. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടിച്ചതിനെ പരിപാലിക്കാൻ സൃഷ്ടാവിന് കടമയുണ്ട്. സൃഷ്ടാവ് പരിപാലിക്കും. മനുഷ്യൻ വിശേഷവിധിയായ ആകുലതയിലും ഉത്കണ്ഠയിലുമൊക്കെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ പഠിക്കുന്ന 10, +2 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ടെൻഷനും കൊണ്ട് ഓരോ ദിവസവും ജീവിതത്തെ താഴ്ത്തിക്കളയുകയാണ്. പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയം കൊണ്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുക. യുവജനങ്ങളുടെ ജീവിതം പോലും എത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ട് എത്തിപ്പിടിക്കാൻ പറ്റാതെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ നമ്മുടെ ലോകം കടന്നു പോകുമ്പോൾ, ഇവിടെ കുടുംബത്തിൽ പോലും നിരാശയുടെയും ഡിപ്രഷൻ്റെയും അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു വചനഭാഗത്ത് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആകുലപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട, നിങ്ങൾക്ക് ഞാനുണ്ടെന്ന്. നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് തമ്പുരാൻ നമ്മോട് പറയുന്ന ഒരു സ്വരം കേൾക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ മനസ്സിനെ പോലും സൃഷ്ടിച്ച തമ്പുരാൻ്റെ കൈകളിലേക്ക് മനസ്സിൻ്റെ കൺട്രോളുകളെ ചേർത്ത് വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റണം. കർത്താവെ, അവിടുന്ന് എന്നെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, അവിടുന്ന് എന്നെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇത് ക്രിസ്തു ശിഷ്യന് ഉചിതമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുക. ഈ ആകുലതയും ടെൻഷനും അസ്വസ്ഥതകളും എല്ലാം ക്രിസ്തു ശിഷ്യന് ഉചിതമല്ല. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് കൈകൾ വിരിച്ച് പിതാവിൻ്റെ കൈകളിലേക്ക് തല ചായ്ച്ച് വെച്ച് മരിച്ച ശാന്തനായ ഒരു ഈശോയെ നമ്മൾ കാണും. അവിടുന്ന് അലമുറയിട്ട് കരഞ്ഞതായി നമ്മൾ കാണുന്നില്ല. അവിടുന്ന് അവിടെ നിശബ്ദനായി പിതാവിൻ്റെ കരങ്ങളിലേക്ക്, പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. സുരക്ഷിതത്വത്തിൻ്റെ മടിത്തട്ടില്ല ഈശോ വിശ്രമിച്ചത് കുരിശിൽ. അങ്ങനെയെങ്കിൽ ആ കുരിശിലെ ഈശോയുടെ തുളവീണ കരങ്ങളിൽ വിശ്രമിക്കേണ്ടവരാ ഓരോ ക്രിസ്ത്യാനിയും. ആ തുളവീണ കരങ്ങളിലെ ആഴങ്ങളിലേക്ക് നോക്കിയിട്ട് പറയണം, ഈശോയെ, നിൻ്റെ തുളവീണ കരങ്ങളിൽ ഞാൻ വിശ്രമിക്കുകയാണ്. എൻ്റെ ആകുലതയെ നിൻ്റെ തുളവീണ കരങ്ങളിൽ വെക്കുകയാണ്. പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് എൻ്റെ ടെൻഷനെ വെക്കുകയാണ്, എൻ്റെ ഉത്കണ്ഠയെ വെക്കുകയാണ്. അത് തന്നെ ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഒരു നഖം അത് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതിനെ വളർത്താൻ നമുക്ക് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ അതിനെ വളർത്തുക. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും വളർത്തുന്നത്, ഓരോ മുടിയിഴയും അറിയുന്നത് എൻ്റെ ദൈവമല്ലേ. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ലൂക്ക 12:23 ഈ അപ്പച്ചൻ നമ്മോട് ചോദിക്കുകയാണ്, എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് എന്ന് ഈശോ നമ്മളെ പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, കാക്കകളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവരെല്ലാം ഞാൻ തീറ്റിപ്പോറ്റുമ്പോൾ അവരെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. കർത്താവിന് നമ്മൾ വിലപ്പെട്ടവരാണ്, അവിടത്തേക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാണ്. നമ്മളെ തള്ളിക്കളയാൻ അവിടത്തേക്ക് പറ്റില്ല. വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ കാണും, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ എന്നാ തമ്പുരാൻ പറയുക? ഞാൻ അവന് വിലപ്പെട്ടവനാണെന്നാ, ഞാനവന് ബഹുമാന്യനാണെന്നാ, പ്രിയങ്കരനാണെന്നാ. എന്നിട്ടോ അവിടുന്ന് എനിക്ക് പകരമായി ജനതകളെ നൽകുകയാണ്. എൻ്റെ ജീവന് പകരമായി അവിടുന്ന് മനുഷ്യരെ നൽകുകയാണ്. എൻ്റെ ജീവനെയും എൻ്റെ ജീവിതത്തെയും വിലമതിക്കുന്ന ഒരു തമ്പുരാൻ, എന്നെ പ്രിയങ്കരനായി കാണുന്ന ഒരു തമ്പുരാൻ, അവൻ്റെ പരിപാലനയുടെ കരങ്ങളിൽ എത്തി നിൽക്കാൻ, ഒട്ടി നിൽക്കാൻ ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഭൗതികമായ കാര്യങ്ങളിൽ പോലും ദൈവം ഇത്രമാത്രം നമ്മളെക്കുറിച്ച് ശ്രദ്ധയുള്ളവനാണ് എങ്കിൽ ഉന്നതത്തിലുള്ള തമ്പുരാൻ നമ്മുടെ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധയുള്ളവനായിരിക്കും. പക്ഷികളെ അലങ്കരിക്കുന്ന തമ്പുരാൻ, വിതയും കൊയ്ത്തും കളപ്പുരയും ഒന്നുമില്ലാത്തവരാ പക്ഷികൾ, പക്ഷെ അവർക്ക് അവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭൂമിയുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവം മനുഷ്യരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനതൊക്കെ എത്രയോ താല്പര്യപൂർവ്വം ചെയ്യുന്നുണ്ട്. നീ നടുന്ന ഒരു കൃഷിയോട് നീ ഒത്തിരി ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ വലിയൊരു ഹൃദയം തമ്പുരാനുണ്ട്. നിന്നെ നട്ട നിൻ്റെ തമ്പുരാൻ നിന്നെ നോക്കാൻ പറ്റും. നീ ചെയ്യുന്ന കൃഷിയിൽ വിളവ് കിട്ടാൻ, അതിനെ പരിപാലിക്കാൻ ചില വ്യക്തികൾ
നെൽകൃഷിയൊക്കെ നടത്തി കഴിയുമ്പോൾ രാത്രിയിൽ നെൽപ്പാടത്ത് തന്നെ കിടക്കുകയാണ്. ഒന്നും വന്നിട്ട് അതിനെ നശിപ്പിക്കാതിരിക്കാൻ വലിയ കരുതല. മഞ്ഞും മഴയും തണുപ്പുമൊക്കെ അടിച്ച് അവിടെ കൂടാരം പിടിച്ച് താമസിക്കുന്ന എത്രയോ കൃഷിക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇത്ര ശ്രദ്ധയോടെ ഞാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തമ്പുരാൻ അതിലേറെ ശ്രദ്ധയോടെ എന്നെ കാത്തിരിക്കുകയാണ്. എൻ്റെ തമ്പുരാൻ അതിലേറെ ശ്രദ്ധയോടെ എന്നെ നോക്കിയിരിക്കുകയാണ്. മനുഷ്യന് ചുറ്റിലുമുള്ള എല്ലാറ്റിലും വലുതാണ് അവന് മുകളിലുള്ള ദൈവപരിപാലനയെന്ന് ഞാനും നിങ്ങളും അറിയണം. എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരേക്കാൾ മുകളിലാണ് ദൈവപരിപാലനയുടെ കരം എന്നിലൊന്ന് ഞാൻ തിരിച്ചറിയണം. വസ്ത്രാദികളാൽ അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ നമ്മെ തന്നെ ഒത്തിരി ശ്രമം നടത്തും. പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മളെ തന്നെ അലങ്കരിക്കാനായിട്ട് മേടിച്ചു കൂട്ടും. നമ്മുടെ ശരീരത്തെ അലങ്കരിക്കാൻ നമ്മൾ ഒത്തിരി വ്യഗ്രത കാണിക്കുമ്പോൾ, എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ അലങ്കരിക്കാൻ വ്യഗ്രത കാണിക്കുമ്പോൾ, കർത്താവ് സ്വന്തം കരം കൊണ്ട് രൂപപ്പെടുത്തിയതും പുത്രൻ്റെ തിരിച്ചോര കൊണ്ട് വീണ്ടെടുത്തതുമായി എൻ്റെ ജീവനെ പരിരക്ഷിക്കാൻ, എൻ്റെ ജീവിതത്തെ പരിരക്ഷിക്കാൻ അവിടുന്ന് ഏറെ ശ്രദ്ധയുള്ളവനാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. സോളമൻ്റെ രാജകീയ വസ്ത്രങ്ങളുടെ സൗന്ദര്യം അത് ലംഘിക്കുന്ന വയലിലെ ലില്ലിപ്പൂക്കൾ, അതിനേക്കാൾ മനോഹരമായി കർത്താവ് അതിനെ അലങ്കരിച്ചിരിക്കുകയാണ്. മൂല്യത്തിലും ബഹുമാനത്തിലും മനുഷ്യൻ ആകാശപ്പറവയ്ക്കും വയലിലെ ലില്ലിക്കുമൊക്കെ ഉപരിയാണ്. നമുക്കറിയാം കർത്താവ് വലിയ ശ്രദ്ധയോടെ സൃഷ്ടിച്ചതാണ് മനുഷ്യവർഗത്തെ. അപ്പോൾ മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയാണ് ഈ മനുഷ്യവർഗമെങ്കിൽ ഈ ദൈവപരിപാലന ഉയരങ്ങളിൽ നിന്ന് നമുക്ക് സമീപസ്ഥനായിരിക്കുമ്പോൾ ബുദ്ധിയുള്ള നാം എന്തിന് പര്യാകുലരാകുന്നു? കർത്താവ് അതാ ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ പര്യാകുലരാകുന്നത്? എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത്? ആകുലപ്പെട്ടിട്ട് എന്താണ് കാര്യമെന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഒരാളെ കാണും. ഭോഷനായ ധനികനെ കുറിച്ച്. അവനിങ്ങനെ ചിന്തിക്കുക. ഒരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. 17-ാമത്തെ വചനം. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ ചിന്തയാണ് നമ്മളിവിടെ കാണുക. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും. എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ ഞാൻ പണിയും. അതിൽ എൻ്റെ ധാന്യങ്ങളും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ലൂക്ക 12:20. ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പണം നമ്മയൊക്കെ ഒത്തിരി മാറ്റിമറിച്ചിരിക്കുകയാണ്. പണത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ചിലപ്പോൾ തോന്നിപ്പോകും. ചില മേഖലകളിൽ പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഏത് വിധേനയും പണമുണ്ടാക്കിയാൽ അതാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ കരുതുന്നത്. സുരക്ഷിതത്വം ഒരിക്കലും പണത്തിന് തരാൻ പറ്റില്ല. ഒരു പണത്തിനും ഒരിക്കലും നിൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. അത് ദൈവകാര്യങ്ങളിൽ മാത്രമുള്ളതാണ്. ദൈവം തിരുമനസ്സാകുമ്പോഴാണ് നീ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും സുരക്ഷിതത്വം തരാൻ പറ്റൂ. എനിക്കറിയാം ഒരു വീട്, അപ്പനും അമ്മയും സ്വന്തമായൊരു വീട് പോലുമില്ല, ഒരടച്ചുകെട്ട് പോലുമില്ല. 2 പെൺമക്കൾ, അവർ പ്രായപൂർത്തിയായിരിക്കുന്നു. ഉറങ്ങാതെ അപ്പനും അമ്മയും കാവലിരിക്കുമ്പോൾ വൈകുന്നേരം അപ്പനും അമ്മയും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. കാരണം തൊട്ടടുത്തൊക്കെ ബസ് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആളുകളൊക്കെ രാത്രിയൊക്കെ കയറി വരാം. ഭയം കൊണ്ട് അവർ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നിട്ട് അവർ വൈകുന്നേരം പ്രാർത്ഥനയിൽ അവർ ചേർത്ത് വയ്ക്കും, കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം, ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന്. കർത്താവെ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന്. സക്രിയ 9:8 ഒരു വചനമുണ്ട്. ഞാൻ അവനും അവൻ്റെ ഭവനത്തിനും ചുറ്റും വേലി കെട്ടി ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവപരിപാലനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു ദൈവപരിപാലന അനുഭവിക്കാൻ പറ്റണം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒത്തിരി മേഖലകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കർത്താവിൻ്റെ പരിപാലനയെക്കുറിച്ച്, കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. എവിടെയൊക്കെ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നോ അവിടെയൊക്കെ കർത്താവിൻ്റെ വലിയ കരം ഇറങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചില ജീവിതങ്ങളിൽ ദൈവം മുഴുവനായിട്ട് ഏറ്റെടുത്തിരിക്കുക, മൊത്തം ദൈവം ഏറ്റെടുത്തിരിക്കുക. നിൻ്റെ ജീവിതത്തെ മൊത്തം ദൈവം ഏറ്റെടുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നിന്നെ മൊത്തമായിട്ട് കൊടുക്കണം. പകുതിയായിട്ട് കൊടുത്താൽ പോരാ.
പ്ലാനുകളും പദ്ധതികളും നീ രൂപീകരിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്താൽ പോരാ. കർത്താവെ, നീ തന്നെ പ്ലാൻ ചെയ്യുക കർത്താവെ, നീ തന്നെ ചെയ്യുക കർത്താവെ. ഒരു വ്യക്തിയോട് ഇന്നലെ സംസാരിച്ചപ്പോൾ ദൈവഹിതമാണ് എന്ന് അറിയാമെങ്കിലും അവിടെ കർത്താവ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം നിശബ്ദനായിരിക്കുന്നു എനിക്ക് കാണാനായിട്ട് പറ്റി. ജീവിതത്തിൽ നിർണായക ഒരു നിമിഷത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഒന്നും ആരോടും പറയില്ല, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതുവരെ ഞാൻ കാത്തു നിൽക്കും. വിശ്വാസം വലിയ ദൈവകത്തിലുള്ള ഒരു അർപ്പണമാണ് നമ്മളിവിടെയൊക്കെ കാണുക പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റണം. ലൂക്ക 12:17-19 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണും, ഞാൻ എൻ്റെ എന്നിങ്ങനെ ഫോഷൻ ആവർത്തിച്ച് ഒരു 8 തവണ പറയും. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് എൻ്റെ സമ്പാദ്യം ഞാൻ ഇത് മാത്രമേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ ഒരു വാക്കിൽ നിന്ന് നാം തിരിച്ചറിയുകയാണ് വലിയ സ്വാർത്ഥതയുടെ മൂടുപടമിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ സ്വാർത്ഥതയിൽ സ്വയം ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈശോയിൽ ആശ്രയിക്കാനായിട്ട് പറ്റില്ല. സമ്പത്തിൽ ആശ്രയിക്കുന്ന നിർഭാഗ്യനായ മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. സമ്പത്തിൽ ആശ്രയിക്കുന്ന നിർഭാഗ്യരായ കുറേ മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുക ലോത്തിൻ്റെ ഭാര്യയാണ്. ലോത്തിനോട് സോദോം ഗൊമോറയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറഞ്ഞ് ദൈവദൂതൻ കൈക്ക് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ലോത്തിൻ്റെ ഭാര്യയോട് പുറകത്തോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറയും. പക്ഷെ തൻ്റെ വസ്തുവകകൾ കത്തിയെരിയുന്നത് കാണുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോകുന്നൊരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാതെ ദൈവകരം ഇറങ്ങി വന്നിട്ടും അത് വിശ്വസിക്കാതെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ലോത്തിൻ്റെ ഭാര്യയെ നമ്മൾ കാണും. അതുപോലെ യൂദാസിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ യൂദാസിൻ്റെ കണ്ണ് എപ്പോഴും പണത്തിലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ബഥാനിയയിലെ തൈലാഭിഷേകത്തിൽ ഈശോയെ ചങ്കുപറിച്ച് സ്നേഹിച്ചോടെ കാൽപാത്രത്തിലിരുന്ന ഒരു മഗ്ദലന മറിയമുണ്ട്. അവൾ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങളൊക്കെ തുടച്ച് സുഗന്ധതൈലം പൂശുന്ന സമയത്ത് യൂദാസ് ഇങ്ങനെ പറയും. യോഹന്നാൻ 12:4 അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റുകൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറയും, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന്. അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് എന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സമ്പത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവസാനം യൂദാസ് അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ഈശോയെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതിൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു യൂദാസിനെ നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നമുക്ക് വേണം, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ പണം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ പണത്തിൽ ആശ്രയിച്ചാൽ ദൈവപരിപാലനയുടെ സംരക്ഷണത്തെ നിനക്ക് ഒരിക്കലും കിട്ടില്ല. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. വീണ്ടും നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണും. പത്രോസ്ലീഹായുടെ അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൽ പത്രോസ്ലീഹ ഇടപെടുന്ന 2 ജീവിതങ്ങളെക്കുറിച്ച്, അനനിയാസിനെയും സഫീറയെയും കുറിച്ച്, തങ്ങളുടെ വസ്തുവകകളൊക്കെ വിറ്റ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കാൻ വരുമ്പോൾ അവർക്കൊരു ദുർമോഹം ഉണ്ടാവുകയാണ്. തങ്ങളുടെ പറമ്പ് വിറ്റിട്ട് അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായം 1-2 വചനങ്ങളിൽ അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു, ബാക്കി അപ്പസ്തോലന്മാരുടെ കാലുക്കൽ അർപ്പിച്ചു. ഇത് പത്രോസ്ലീഹ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ഈ പ്രവൃത്തി ചെയ്യാൻ നിനക്ക് ആര് അനുവാദം തന്നു, നിന്നോട് ആരാണ് പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ച് അവർ 2 പേരും മരണത്തിന് കീഴടങ്ങുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഒന്നുമൊന്നും എത്താതെ ജീവിതം തകർന്നു പോകുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കാണും. ഇതിൽ നിന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സമ്പത്തിൽ അമിതമായി ആശ്രയിക്കുമ്പോൾ, ദൈവപരിപാലനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമായിരിക്കും നമുക്കുണ്ടാവുക. കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണും. നമുക്കറിയാം, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഈശോ പറഞ്ഞു, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ലൂക്ക 11:3 നമ്മൾ കാണുക. അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന എന്നും ചൊല്ലും. അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ എന്നും ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ബാങ്ക് ബാലൻസ് കുറഞ്ഞു പോകുന്നല്ലോ എന്നോർത്ത് ടെൻഷനാ, മക്കളുടെ ജീവിതത്തെ ഓർത്ത് ഭാവിയെ ഓർത്ത് ടെൻഷനാ. കർത്താവ് അന്നു വേണ്ടുന്ന ആഹാരം എന്നും നമുക്ക് തരുമെങ്കിൽ അവൻ്റെ കരങ്ങളിൽ വിശ്രമിക്കാൻ ഞാനും നിങ്ങളും ഒന്ന് തീരുമാനമെടുത്താൽ നിശ്ചയമായും ഈശോ കൊണ്ടുവന്ന് തന്നിരിക്കും. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ കർത്താവിൻ്റെ പരിപാലനം അനുഭവിച്ച വ്യക്തികളെ എനിക്കറിയാം.
ഒരു ചേച്ചിയെ ഞാൻ ഓർക്കുകയാണ്. വീട്ടിൽ 1 മണി അരി പോലുമില്ല. രാവിലെ സ്കൂളിലേക്ക് മന്ദബുദ്ധിയായ കൊച്ചിനെ മന്ദബുദ്ധി സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വരുമ്പോൾ അവൻ വൈകുന്നേരം വരുമ്പോൾ ചോറ് വെച്ച് കൊടുക്കാൻ 1 മണി അരിയില്ല. വരുന്ന വഴിയിൽ കർത്താവിനോട് പറയുക, ഞാൻ എന്ത് ചെയ്യും ഈശോയെ, എന്ത് ചെയ്യും ഈശോയെ എന്ന് ചോദിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിൻ്റെ വാതിക്കൽ ഒരു സഞ്ചി കെട്ടിരിപ്പുണ്ട്. ആ സഞ്ചിയിൽ 5 കിലോ അരിയും പയറും ഉപ്പും മുളകും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ചേച്ചി, ഇന്ന് രാവിലെ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് എൻ്റെ ഈശോ ഈ വഴിയും അഡ്രസ്സും പറഞ്ഞു തന്നു. ഈ വീട്ടിൽ പോയി ഇത്ര കിലോ ലിസ്റ്റ് ഈശോ എനിക്ക് എഴുതുന്ന ലിസ്റ്റായി കൂടെ ഞാൻ ചേർത്ത് വെച്ചിരിക്കുക. ലിസ്റ്റ് പറഞ്ഞു ഇതേപടി മേടിച്ച് അവിടെ വെച്ചിട്ട് പോകണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യക്തി പറയുകയാണ്, കുഞ്ഞുങ്ങൾ ഒരു ചെറുക്കൻ കൊച്ചു ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. കൊടുക്കാൻ ഭക്ഷണമില്ല, ചോറില്ല, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പാത്രം ഇങ്ങനെ നടുവിലെടുത്തു വെച്ചിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവെ അപ്പം തരണമേ എന്ന്. സ്റ്റീൽ പാത്രം മക്കളും ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുമ്പോൾ നടുവിലെടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ അപ്പം തരണമേ എന്ന്. പുറത്തൊരു ബൈക്ക് വന്ന് നിർത്തി 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, പോയി ഭക്ഷണം മേടിച്ച് കഴിക്കാൻ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയുള്ളവനാണ്. അവൻ നമ്മുടെ ചെറിയ കാര്യങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നെങ്കിൽ എന്തിനാ എൻ്റെ ജീവിതം ടെൻഷൻ അടിച്ച് കളയുന്നത്? അവന് വേണമെങ്കിൽ അവന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റില്ലേ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പരിപാലന കാര്യങ്ങളിൽ ആശ്രയിക്കണം. തങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ചാൽ അവൻ്റെ ബലം നമ്മുടെ കൂടെ ഉണ്ടാവും. അസ്വസ്ഥമാകുന്ന നമ്മുടെ മനസ്സിനെ നോക്കിയാൽ യോഹന്നാൻ 14:1 ഈശോ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. കടലിലെ ഉപ്പുവെള്ളം കോരിക്കുടിച്ച് ദാഹം മാറ്റാൻ ഞാൻ നിങ്ങളുമൊക്കെ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും ദാഹം മാറില്ല, ദാഹം ഇരട്ടിച്ചു കൊണ്ടിരിക്കും. ദിവ്യകാലത്ത് ഈശോ തരുന്ന വിശുദ്ധ കുർബാനയുടെ വീഞ്ഞു കുടിച്ച് നിൻ്റെ ജീവിതത്തിലെ മനസ്സിൻ്റെ ടെൻഷനുകളും അസ്വസ്ഥതകളും ഒക്കെ ഒന്ന് മാറ്റിക്കേ. അവിടെയാണ് നിൻ്റെ ദാഹം ശമിക്കുന്ന സ്ഥലം. വിശുദ്ധ കുർബാനയുടെ ഇടമ. ആ വിശുദ്ധ കുർബാനയിൽ ഈശോ തരുമെല്ലാം. അവൻ അവിടെ ഇറങ്ങി വന്നത് നിൻ്റെ വിശപ്പ് ശമിപ്പിക്കാനാ, നിൻ്റെ ദാഹം ശമിപ്പിക്കാനാ. എനിക്കും നിങ്ങൾക്കും വേണ്ട ഒരു ദാഹമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം, എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്ന തേൻ കട്ടയേക്കാളും മാധുര്യം പകരും. 21-ാമത്തെ വചനം നാം ഇങ്ങനെ വായിക്കും, എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും, പിന്നെയും അഭിലഷിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ പരിപാലന കാര്യങ്ങളിൽ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ദാഹം നമ്മിൽ നിറയും. ഈശോ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തെ ഈശോ ചേർത്ത് വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിനെ പോലെ നമുക്ക് പറയാൻ പറ്റും, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കും വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഇന്ന് എൻ്റെ അസ്വസ്ഥത എൻ്റെ കർത്താവിൽ എത്തിച്ചേരാനുള്ള അസ്വസ്ഥതയാണോ, അതോ എൻ്റെ കുറവുകളിൽ എൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടിലുള്ള ടെൻഷനാണോ? ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക, ഈശോ അനുഗ്രഹിക്കും. മത്തായി 6:33 വചനം പറയും, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശു അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട മക്കളായി അവൻ്റെ കയ്യിലുള്ള കാര്യങ്ങളിൽ വിശ്രമിക്കാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നമ്മുടെ കൃപ എനിക്ക് തരണമേ. നിൻ്റെ വിരിച്ച ചിറകുകൾക്കുള്ളിൽ എന്നും ഞാനായിരിക്കട്ടെ. സാമുവേൽ പ്രവാചകൻ ദേവാലയത്തിൽ ശാന്തനായി കിടന്നുറങ്ങിയതുപോലെ ബലിപീഠത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങാൻ, ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ എത്രയോ ശ്രദ്ധാലുവാണ്. അങ്ങ് ഞങ്ങളെ എത്രയോ അധികമായി താലോലിക്കുന്നു, പരിപാലിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഇറങ്ങി വരുന്ന നിൻ്റെ കരമൊന്ന് കാണാൻ, ടെൻഷനുകളും ദുഃഖങ്ങളും വേദനകളുമൊക്കെ നിൻ്റെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാൻ ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കും. ഈശോയെ, നിൻ്റെ കൂടെ വസിക്കുന്ന മാധുര്യമേറുന്ന അനുഭവം, നിന്നെ ഭുജിച്ചാലും ശമിക്കാത്ത വിശപ്പിൻ്റെ ഒരു അനുഭവം ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നോളം നീ ചൊരിഞ്ഞ എല്ലാ പരിപാലന കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.